അസ്സലാമലൈക്കും. കുറേ ദിവസമായി ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഇട്ടിട്ട്. തിരുവനന്തപുരം പോയ പിന്നെ ഏതൊക്കെ വീഡിയോ ഞാൻ ഇട്ടുക്കണു. ഒരു ചന്താമരയെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടുക്കണു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രാജാവിൻ്റെ കഥ പറയാനാണ്. ഈ കഥയുടെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇതുകൊണ്ടും ആയില്ല എന്നാണ് കഥയുടെ സാരം. ഇതുകൊണ്ടും ആയില്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വരാനുണ്ട് എന്നുള്ളതിൻ്റെയാണ് കഥ. അപ്പോൾ എൻ്റെ അമ്മ ഒരു 8-10 വയസ്സിലൊക്കെ പറഞ്ഞു തന്ന കഥയാണ്. ഇപ്പോഴല്ല, പണ്ടുള്ള കഥ. അപ്പോൾ ഈ കഥയുടെ ലാസ്റ്റ് പോയി ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഥ എന്താണെന്ന്. അപ്പോൾ രാജാവും പടന്മാരും കൂടിയിട്ട് വേട്ടക്ക് പോയി തരാം, കുറേ കാലങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഇവർ വേട്ടക്ക് പോയി ഇങ്ങനെ 2-3 ദിവസം വേട്ടയെ കഴിഞ്ഞ് തിരിച്ച് പോരാൻ നേരത്ത് ഏതോ ഒരു പടന് ഒരു തലയോട്ടി കിട്ടിത്തരാം. അപ്പോൾ ഈ തലയോട്ടി കിട്ടിയപ്പോൾ ഈ പടൻ ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞതരേ, രാജാവേ ഒരു തലയോട്ടി കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് എന്ന് പറഞ്ഞതരേ. അപ്പോൾ ഈ രാജാവ് ഇത് വാങ്ങിയിട്ട് ഈ തലയോട്ടിമേൽക്ക് കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞതരേ, ഈ തലയോട്ടിയിൽ എഴുതിക്കണത് ഇതുകൊണ്ടും ആയില്ല എന്നാണല്ലോ. കാരണം മരിച്ചു, അതിൻ്റെ എല്ലാതും കഴിഞ്ഞു, വെറും തലയോട്ടി മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇതുകൊണ്ടായില്ല എന്നാണ് ഇതിൻ്റെ മണ്ടയിലെഴുത്ത്. ഇനിയിപ്പോൾ ഇതിനെന്താ സംഭവിക്കാൻ പോണത് എന്ന് വിചാരിച്ചിട്ട് രാജാവ് പടനോട് പറഞ്ഞതല്ലേ, ഇനി ഇത് ആരോടും പറയണ്ട, ഇതുകൊണ്ടും ആയില്ല എന്നാണല്ലോ ഇതിലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെന്താ സംഭവിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞ് ഇവർ വേട്ടയെ കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ രാജാവിനോട് ചോദിച്ചത്രയും പാട്ടിന് ഇത് എവിടെ വെക്കേണ്ടതെന്ന്. അപ്പോൾ എവിടെ വെക്കാനും രാജാവിന് വിശ്വാസമല്ല. കാരണം വീട്ടിൻ്റെ അകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്ത് കളഞ്ഞാലോ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ വൈക്കോല്, പണ്ടത്തെ കാലത്തൊക്കെ വൈക്കോലുണ്ടാകുമല്ലോ, അങ്ങനെ വൈക്കോ കുണ്ടകൾ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് അത്ര. അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പാത്ത് വെക്കാൻ പോണത്ര. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഈ പടം ഇത് പാത്ത് വെച്ചു വന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഓരോരോ വൈക്കോ കൊണ്ട് ഇങ്ങനെ കാലിയായി വരുമ്പോൾ ലാസ്റ്റ് വൈക്കോ കൊണ്ടെടുത്തപ്പോൾ ഈ വൈക്കോല് വലിച്ചപ്പോൾ ഈ തലയോട്ടി ഇങ്ങോട്ട് ഉരുണ്ട് വീണുത്തര ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ രാജ്ഞിയോട് എന്നിട്ട് ഈ സ്ത്രീ വേലക്ക് നിൽക്കുന്ന സ്ത്രീ പറഞ്ഞത്രേ, വൈക്കോ കുണ്ടൻ്റെ ഉള്ളിൽ നിന്നുണ്ട് ഒരു തലയോട്ടി പുറത്തേക്ക് വന്നിട്ട് അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചത്. അപ്പോൾ എടുത്തിട്ട് വാ നോക്കട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ വേലക്കാരി എടുത്തുകൊണ്ട് രാജ്ഞിയുടെ അടുത്ത് കൊടുത്തു വന്ന്. അപ്പോൾ രാജ്ഞി പറഞ്ഞത്രേ, കാമുകി മരിച്ചിട്ടേ കാമുകിയുടെ തലയോട്ടി കൊണ്ടുവന്ന് പാത്ത് വെച്ചിരിക്കുകയാണ്, ഇത് ഞാൻ കാട്ടിക്കൊടുക്കാം, ഇതിനുള്ളത് ഞാൻ കാട്ടിക്കൊടുക്കാം, ഇനി തലയോട്ടി കണ്ട് സന്തോഷിക്കണ്ട എന്ന് വിചാരിച്ച് ഇവർ പറഞ്ഞ് ഒത്തു ഇതാക്കിയിട്ട് ഇതിനെ ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ച് പൊഴിയിൽ കൂടെ കൊണ്ട് ഒഴുക്കി കളഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇവള് ഈ രാജ്ഞി വിചാരിച്ചിത്ര രാജാവ് പോയി ഇടക്കിടക്ക് ഇത് പോയി നോക്കുന്നു. പക്ഷേ ഇയാൾ നോക്കിയൊന്നുമില്ലാന്ന്. വൈക്കോ കുണ്ടൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഈ പടനോട് ചോദിച്ചത്ര, എവിടെയായിരുന്നു നീ തലയോട്ടി പാത്ത് വെച്ചതെന്ന് ചോദിച്ചത്ര. അപ്പോൾ ഇയാൾ പറഞ്ഞത്ര, ഈ ലാസ്റ്റ് ഇട്ട് വെച്ചില്ലായിരുന്നു, ഞാൻ എടുത്ത് വെച്ചിരുന്നു, ഇപ്പോൾ കാണണില്ല എന്ന് പറഞ്ഞുതരാം. അതിൽ അവിടെയുള്ള വേലക്കാരി ഇവരെല്ലാവരും കൂടി വിളിച്ചിട്ട് രാജാവ് ചോദിച്ചിട്ട്, ഈ സാധനത്തിൻ്റെ ഉള്ളിലൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, തലയോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതാരെടുത്തു, എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ രാജ്ഞി പറഞ്ഞത്രേ, കാമുകി മരിച്ചിട്ടേ തലയോട്ടി ഓടുന്ന് പാത്ത് വെച്ചിക്കല്ലേ, അത് കാണാൻ ഞാൻ തന്നെ എടുത്തിട്ട് അത് ഇടിച്ച് പൊടിച്ച് തൂളാക്കി പുഴയിൽ കൂടെ കൊണ്ട് വിട്ടിട്ടുണ്ട് കാണത്രേ. അപ്പോൾ രാജാവ് ചിരിച്ചും കൊണ്ട് പറഞ്ഞത്രേ, അപ്പോൾ അതാണില്ലേ ഇതുകൊണ്ടും ആയില്ല എന്ന് മണ്ടയിലെഴുത്ത് ഇതായിരുന്നില്ലേന്ന്. അപ്പം ഞാനീ പറയണ എന്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായോ? എവിടേക്കാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? പറഞ്ഞുതരാം. നെജിലാൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. എനിക്ക് നെജിലാനെ അറിയില്ല, അവൾക്കും അറിയില്ല. പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങനെ എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ അതൊക്കെ വീട്ടിൽ മക്കളെ, നെജിലാക്ക് ഇതുകൊണ്ടും ആയില്ല എന്നാണ് നെജിലാൻ്റെ മണ്ടയിലെഴുത്ത് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മനസ്സിലായാലേ? ഈ ഒരു കഥ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ.
ഇതുകൊണ്ടും ആയില്ല. കാരണം അവൾ വിചാരിച്ചു ഭർത്താവിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഏതൊരു പ്രശ്നം നമ്മൾ എടുത്താലും ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും രണ്ട് കൂട്ടരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു കൂട്ടരോട് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അവരവരെ വശം പറയും, മറ്റവർ മറ്റവരെ വശം പറയും. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ഉണ്ടാകും പറയാനും. അപ്പം നമ്മൾ പറയുമ്പോൾ എല്ലാവരും കൂടി കൂട്ടി വെച്ച് അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഇരുന്നും കൊണ്ട് പിന്നെ അത് അവരെ കൂട്ടി വെച്ച് ചർച്ച ചെയ്യണം. അപ്പോഴേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. 3 മക്കളുണ്ട്, എങ്ങനെയാണെങ്കിലും 3 ചെറിയ കുട്ടികളായിട്ട് നിങ്ങൾ ജീവിച്ച് പോയിക്കോട്ടെ. നമ്മളെടുത്ത് ആരെടുത്തും വന്ന് തട്ടിപ്പറിച്ചിട്ടോ ഇതാക്കിയിട്ടോ അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മളെ മുസ്ലിങ്ങളെ പിച്ചിച്ചീന്നണ കാലമാണ്. അപ്പം നമ്മൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയ കൂടെ വന്ന് ഇതൊക്കെ ആയിരങ്ങൾ ലക്ഷങ്ങൾ കാണുന്ന സ്ഥാനമല്ലേ. അപ്പോൾ ഇതിൽ കൂടെ വന്ന് നമ്മൾ പരസ്പരം ചെളി വാരി എറിയുമ്പോൾ നമ്മളെപ്പറ്റി മറ്റുള്ളവരും കൂടി ഒരു സത്യം അറിയണം. അത് ശരി തന്നെയാണ്, സത്യമുള്ള സത്യം ഓരോ പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ കുറേയൊക്കെ തെറ്റുകൾ വരാം. കാരണം അവനവൻ അനുഭവിക്കുന്നത് പറയുമ്പോൾ കുറേയൊക്കെ നമ്മളെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് പോയിട്ടുണ്ടാവാം. ക്ഷമിക്കുകയും അങ്ങോട്ട് വിട്ട് കളയേ, എന്നിട്ട് വേറെന്തെങ്കിലും പറയേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ചളിവാരി എറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ താഴ്ത്തുന്ന എന്തിനാണ്? എത്രയോ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് പറയണുണ്ടാവാം, കണ്ടോ അവരെ ആൾക്കാർ തന്നെയാണ് അവരെ താത്തിക്കെട്ടണം, അവരെ ആൾക്കാർ തന്നെയാണ് അവരെ ചളിവാരി എറിയണത് പറയുന്നുണ്ടാവില്ലേ. അപ്പം നമ്മളെ വാശിയും വൈരാഗ്യവും ഒക്കെ അങ്ങോട്ട് വിടിയും ആരെങ്കിലുമൊക്കെ വിട്ടു കൊടുക്കുക, എന്നിട്ട് അതങ്ങോട്ട് അവസാനിപ്പിക്കുക. ലാസ്റ്റ് ഒന്നും കൂടി പറയും, എനിക്കത് ഈ പറയണതിന് എനിക്കിതിൽ ആർക്കും എല്ലാവരുടെയും വീഡിയോ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അല്ലാതെ ആരുമായിട്ടും എന്നെ ആർക്കും അറിയില്ല. ഞാൻ ഈ ആൾക്കാരൊന്നും എനിക്കും അറിയില്ല. കമൻറ്റുകൾ ഇടലുണ്ട്, നല്ല വീഡിയോ ഇട്ടാൽ നല്ല കമൻറ്റ് ഇടും. അത് സങ്കടമുള്ള വീഡിയോ, എനിക്കൊക്കെ സങ്കടമുള്ള വീഡിയോ ഇട്ടാൽ കാണുമ്പോൾ എനിക്ക് സങ്കടം തന്നെയാണ്. ഞാനുള്ള കാര്യം പറയുകയാണ്, എനിക്ക് സങ്കടം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഈ ഭൂമിയുടെ മുകളിൽ തൽക്കാലത്തെ ജീവിതമുള്ളൂ. നടന്നു പോകുമ്പോൾ തട്ടി വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. അപ്പം നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് പറയാനും ഇതിന് നിൽക്കണം? അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളോടൊക്കെ ഈ പറയണത്. വിട്ടുകളയും, നമ്മൾ തന്നെ ചളിവാരി അടിക്കാതെ വീട്ടി അതൊക്കെ, എന്നിട്ട് വേറെ എന്തെങ്കിലും പറയും. ഒരു പാട്ടുണ്ട്, ഒറ്റ വീർപ്പ് നിന്ന് പോയാൽ തീരുമാഹങ്കാരം, ഒക്കെയും പടച്ച റബ്ബിൽ തേട് സാധാ നേരം. അവൻ നന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു കൊണ്ടാണ്. ആർക്ക് തെറ്റ് പറ്റിയല്ലോ അവൾ വന്ന് കുറേ നേരം കുറേ വീഡിയോ കൂടെ അവൾ മാപ്പ് പറയുന്നുണ്ട് എല്ലാവരോടും. അതങ്ങോട്ട് വീട്ടി അത് വിട്ടുകളയും. ആ 3 കുഞ്ഞു മക്കളെ ഓർത്തിട്ട് അങ്ങോട്ട് വിട്ടുകളയും. എന്നിട്ട് വേറെ വല്ലതൊക്കെ പറയും. നമുക്ക് എല്ലാവരും കൂടി ഒരുമയോടെ മുന്നോട്ട് പോവാം, അതാണ് നല്ലത്. ഞാൻ പറഞ്ഞതിൽ ഇനി ആർക്കെങ്കിലും വല്ല തെറ്റും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും പറഞ്ഞതല്ല. കാരണം ഈ വാശിയും വൈരാഗ്യം വെച്ച് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പാലക്കാട് ചന്താമര എന്ന് പറഞ്ഞൊരു ചങ്ങായി 3 എണ്ണത്തിനെ വെട്ടിക്കൊന്നത് സംശയത്തിൻ്റെ പേരിലാണ്, വാശിയും വൈരാഗ്യത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ വാശിയും വൈരാഗ്യം നമ്മളെ മനസ്സിലേക്ക് കയറി കൂടി അത് വീണ്ടും ഇങ്ങനെ കൂടി വന്നാൽ നമ്മളറിയാതെ നമ്മൾ പലതും പറഞ്ഞു പോകും, ചെയ്തു പോകും. അപ്പോൾ അത് വേണ്ട മക്കളെ, ഒഴിവാക്കി. വീണ്ടും ഞാൻ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ഒരാളെ കുത്തി നോവിക്കാതെ നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. കാരണം എന്താ വെച്ചെങ്കിൽ നജിലാൻ്റെ കുടുംബ വിവരം അന്വേഷിച്ചിട്ടോ പറഞ്ഞിട്ടോ നമുക്കൊന്നും നേടാനില്ല. നജിലാക്ക് നമ്മളും കൊടുക്കില്ല, നമുക്ക് നജിലയും തരുന്നില്ല. നമ്മളെ വഴിയെ നജിലാൻ്റെ വഴി. നജിലാക്ക് എന്തെങ്കിലും തെറ്റുകളോ അപാധകളോ ഉണ്ടെങ്കിൽ അവളോട് പറച്ചാൻ ചോദിച്ചോളും, അവളും അവളെ പടച്ചറം പോയിക്കോളും. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കുമായി. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണില്ല, എല്ലാവരും ആ വിഷയം വിടി. ഞാൻ വീണ്ടും പറയണ കുഞ്ഞു മക്കളെ ഓർത്തിട്ട് ഐറ്റങ്ങൾ ജീവിച്ചോട്ടെ. കുഞ്ഞു മക്കളല്ലേ, നാളെ അവൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ നമ്മൾ കാരണം എന്നുള്ളൊരു പേര് വരരുത്. അതിനു വേണ്ടി വിടുക അതെല്ലാവരും. അസ്സലാമു അലൈക്കും.